ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പറയുന്നതിന് മുമ്പ് ഞാൻ ബെൽറ്റ് ഇടട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക, വണ്ടി ഇതടിച്ച് സമയം എടുക്കും. നമ്മൾ ബെൽറ്റ് ഇട്ടു, സേഫായി, ഡ്രൈവ് സേഫ്. അതുപോലെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? യെസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി കോസ്കോയിൽ പോവാ. എന്താണ് കോസ്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ ഒരു വെയർ ഹൗസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു വെയർ ഹൗസ്, നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ ഒരു വെയർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ഡേ ടു ഡേ ഗുഡ്സ് എല്ലാം കോസ്കോയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഹോൾസെയിൽ കൈൻഡ് ഓഫ് മോഡൽ, ഒരു ഫാമിലി മാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല കോസ്കോ പോയി പർച്ചേസ് ചെയ്യുക. കാരണം എല്ലാ സാധനങ്ങളും അല്ല, സെലക്റ്റഡ് ഐറ്റംസ്. കാരണം അവിടെ ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുക. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് നടക്കില്ല. പക്ഷെ ഞാൻ ഒരു 1-2 ഐറ്റംസ് പ്രത്യേകം വാങ്ങാനുള്ളത് കൊണ്ട് മാത്രം കോസ്കോയിൽ പോവുകയാണ്. പിന്നെ കോസ്കോയിൽ പർച്ചേസ് ചെയ്യാൻ കോസ്കോയുടെ മെമ്പർഷിപ്പ് കാർഡ് വേണം. അതിന് എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തേക്ക് $100 തോന്നുന്നില്ലേ ഒരു ചാർജ്. ഒരു കാർഡിൽ നമുക്ക് $140. ഒരു കാർഡിൽ നമുക്ക് 2 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. എന്നിട്ട് 2 കാർഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കോസ്കോയിലേക്ക് പോകുന്ന കോസ്കോയിലെ ദൃശ്യങ്ങളും പിന്നെ കുറച്ച് തെണ്ടി നടക്കലൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ആരത് എന്താ സംഭവം? ഇതാരാള്? ഇങ്ങനെ നമ്മളെ യാത്രകളെ ധന്യമാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ കാനഡയിൽ. ഇതെന്താ സംഭവം? ഓക്കെ, റൂമിൻ്റെ ഉള്ളിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് മൂപ്പത്തി അങ്ങനെ ചായയും കുടിച്ച് പോകുന്നുണ്ട്. നല്ല സൂര്യനൊക്കെ ഉള്ള ഒരു ഗുഡ് ഡേ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പുറത്ത് തണുപ്പാണ്. ബൈ ദ വേ, അജ്മലിനെ പരിചയപ്പെടാത്തവർ അജ്മലിനെ പരിചയപ്പെടുക. ഇത് അജ്മൽ വർക്ക് ചെയ്യാണ്. അജ്മൽ ഒരു കാർ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാറ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീലിൽ കാർ കിട്ടാൻ വേണ്ടിയിട്ട് അജ്മലിനെ കോൺടാക്ട് ചെയ്യുക. അജ്മലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണ്ടവർ എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് കാർ വേണം, യൂസ്ഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും എല്ലാം അജ്മൽ റീസണബിൾ റേറ്റിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഓക്കേടാ. യെസ്, അജ്മൽ കാറിലൊക്കെ പോകും. ഞാൻ പോണത് അത്യാവശ്യം കാശുള്ള വണ്ടിയിലാണ്. ഒരു മില്യണൊക്കെ ഉണ്ടാവും വണ്ടിക്ക്. ബസ്സല്ലേ, നാട്ടിൽ ബസ് പറഞ്ഞാൽ 10-20 ലക്ഷം റുപ്യേൻ്റെ വണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ ബസ്സിന് എങ്ങനെ വില ഇടാന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഞാൻ പോണ വണ്ടി അതാണ്. അതുകൊണ്ട് കുറച്ചും കൂടി പൈസ കൂടും. പിന്നെ ഗൈസ്, ഞാനൊരു അറിവും കൂടി പകർന്നു തരാം. നിങ്ങൾ ഈ റെഡ് കളർ കണ്ടോ? ഈ റെഡ് കളർ ഇട്ടത് ബസ്സിന് റിസർവ്ഡ് ആണ് കേട്ടോ. അതിൽ കയറി വണ്ടി അടിച്ചാണ്ട് പോലീസ് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മൂഞ്ചി പോകും. പോലീസുകാർക്ക് ഓടിക്കാം. പറഞ്ഞ പോത്തിന് പോലീസ് മുന്നിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഏമാന്മാര്. നമ്മളവിടുത്തെ ബൊലേറോയിൽ നിൽക്കുന്ന പോലീസ്. പക്ഷെ ഇവിടെ അവർക്ക് ഫോർഡ് എക്സ്പ്ലോറർ ആണ് ഇവരെ മെയിൻ വണ്ടി. ഇതിൽ നമ്മളെപ്പോലത്തെ വണ്ടികൾക്ക് ഈ ബ്ലാക്ക് ടാർ അടിച്ച സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. റെഡ് പെയിൻ്റ് അടിച്ചത് ബസ്സിന് റിസർവ്ഡ് ആണ്. അതിൽ ബസ് മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ പോലീസുകാർക്കും അവർക്ക് പിന്നെ നിയമം ബാധകമല്ലല്ലോ, അവർക്ക് തോന്നിയത് കാട്ടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ്. ഹൈവേക്കാണ് കയറുമ്പോൾ 100 അങ്ങോട്ട് വലിപ്പിച്ചണം. ഇതാണ് ഹൈവേയിൽ 100 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. വണ്ടികൾ ചീറിപ്പായുന്ന ഹൈവേയിലേക്ക് 401 ഇവിടുന്ന് വലിപ്പിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഹൈവേ ശൂന്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ശൂന്യമായിട്ടൊന്നല്ല കേട്ടോ, ഇതാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഹൈവേ. വേൾഡിലെ ബിസിയസ്റ്റ് ഹൈവേ ആണ് 407 അറിയപ്പെടുന്നത്. ഒടുക്കത്തെ വർക്ക് 401 വർക്ക്. അത് മലയാളിയാണോ? മലയ 22. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് ഫുള്ള് കോമഡി കേട്ടോ. മലയ 22. ഏത് മലയാളിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഒരു BM കൊണ്ട്, ഇനിയിപ്പോൾ മല്ലയാണോ BM കൊണ്ടാണ് ആളെ കറക്കം. അപ്പോൾ ഗൈസ്, നമ്മൾ കോസ്കോയിൽ എത്താനായിട്ടുണ്ട്. കോസ്കോയിലൊക്കെ ഉള്ള തിരക്കാണ് ഇപ്പോൾ ഇതൊക്കെ. അവിടെ കണ്ടാണ് കോസ്കോ. വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്. ഇതിലേക്കാണ് എൻട്രൻസ്. ഇവനെ കൊടുക്കണ്ടോ? കടയിൽ നിന്ന് വാങ്ങിയാണോ? ഇനി വണ്ടി പാർക്ക് ചെയ്യാന്നുള്ള ആ ഒരു
പ്രോസസ്സാണ് നമുക്ക് ഉള്ളത്. അതൊരു കുറച്ച് പണി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് സൺഡേ ആയത് കാരണം സകല ഫാമിലീസ് ഷോപ്പ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് കോസ്കോ. കണ്ടില്ലേ, ഇപ്പോഴൊക്കെ മക്കളെയും കൂട്ടി വന്നിക്കാണ്. വണ്ടി എവിടെയെങ്കിലും നിർത്തിടാൻ പറ്റുമോ നോക്കണം. ആദ്യം പാർക്കിംഗ് കണ്ടെത്താനുള്ള ഓട്ടമാണ് ഗായ്സ്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിയപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടി. നമ്മൾ കോസ്കോയിലേക്ക് നടക്കുകയാണ്. അങ്ങോട്ട് നടക്കണം, അത്യാവശ്യം നടക്കാണ്ട്. ഷോപ്പിംഗ് കാർട്ട് എടുക്കുക, പോവുക. ഷോപ്പിംഗ് കാർട്ടാണെങ്കിൽ വലിയ ഷോപ്പിംഗ് കാർട്ടേക്കാരെ കൊടുത്തത്. ഞാൻ ആൾക്കാരെ കൊണ്ട് തട്ടി തറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ കഴിയില്ല കേട്ടോ. അമ്മരി ജനയിക്കാരം അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ കോസ്കോയിലെത്തി. പതുക്കെ കോസ്കോയിലേക്ക് കയറാം. ആൾക്കാർ കണ്ടില്ലേ സാധനം കൊണ്ടുപോണ്. വൻ ബൾക്ക് പർച്ചേസാണ് കോസ്കോയിൽ ഉണ്ടാവുക. ഒരു കാർട്ട് അവിടെ നിന്ന് എടുക്കാം. ഇതാണ് കോസ്കോൻ്റെ കാർഡ് കേട്ടോ. ഈ കോസ്കോ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, ഈ മുന്നിൽ കാണണോ? നമ്മൾ കോസ്കോയിലേക്ക് കയറാൻ പോകുന്നു. അവിടെ മെമ്പർഷിപ്പ് സ്കാൻ ചെയ്യും. മെമ്പർഷിപ്പ് സ്കാൻ ചെയ്തിട്ട് നേരെ കയറുക വിത്ത് ഹിം. കണ്ടോ? അപ്പോൾ നമ്മൾ കോസ്കോൻ്റെ അകത്തെത്തി. ഇതൊരു ലോകമാണ് സത്യത്തിൽ. ഇവിടെ കിട്ടാത്തൊരു സാധനമില്ല. സകല സാധനങ്ങളും ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് കോസ്കോക്കകത്ത് സെല് ചെയ്യണത്. ഇലക്ട്രോണിക്സ്, ടി വി കാര്യങ്ങളൊക്കെ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡും ഗ്രോസറി ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വീട്ടിലേക്കും കടകളിലേക്കും നമ്മളവിടുത്തെ ചെറുകിട കടകളിലേക്കൊക്കെ സാധനങ്ങൾ ഇവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കോസ്കോ. അപ്പോൾ ഗൈസ്, അജ്മൽ എനിക്കൊരു പുതിയ അറിവ് വന്നിട്ടോ. എനിക്കിത് ഇത്രയും കാലമായിട്ട് അറിയില്ല. ഇനി കോസ്കോയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നോർമലി കാനഡയിൽ എല്ലാ ഷോപ്പിലും റിട്ടേൺ പോളിസി ഉണ്ട്. അത് ഒരു 1 month ഒക്കെയാണ് അല്ലേ? 1 month ഒക്കെയാണ് എല്ലാ കടയിലും ഉണ്ടാവല്. കോസ്കോൻ്റെ പ്രത്യേകത ഗൂഗിൾ അടിച്ചില്ലേ നോക്കാം. കോസ്കോയിലെ റിട്ടേൺ പോളിസി കേട്ടോ. യു ക്യാൻ റിട്ടേൺ ഓൾമോസ്റ്റ് എനിത്തിങ് ടു കോസ്കോ വെയർ ഹൗസ് ഈവൻ ഇയേഴ്സ് ആഫ്റ്റർ പർച്ചേസ് ഫോർ എ ഫുൾ റീഫണ്ട്. അതായത് നമ്മൾ 8-10 വർഷം മുമ്പ് മേടിച്ച സാധനങ്ങൾ വരെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും കോസ്കോയിൽ. അതും ഫുൾ റീഫണ്ടിന്. റെസിപ്റ്റ് നമ്മളെ കയ്യിലുണ്ടായാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെയും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കാനഡയിൽ കോസ്കോയിലുള്ളത്. മൈ ഗാഡ്, എനിക്ക് പുതിയ അറിവ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് നമ്മളൊരു ഐറ്റം പിക്ക് ചെയ്തു. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ കോസ്കോയിൽ. അവിടെ മൊത്തം ഡ്രസ്സിൻ്റെ സെക്ഷനാണ്, എല്ലാ സാധനങ്ങളും. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ച് നടക്കലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരക്ക് കൂടി വരും. അവിടെ നല്ല ഡ്രസ്സുകളുണ്ടാവും, ഇഷ്ടംപോലെ ഡ്രസ്സുകൾ, സോക്സുകൾ, അണ്ടർവേഴ്സ്, ജാക്കറ്റുകൾ എല്ലാം. നാട്ടിൽ മറ്റേ ആദായ വിൽപ്പന നടത്തുന്ന മാതിരിയാണ് ഇവിടെ. ഏതാടാ ബ്രാൻഡ്? കാൽവിൻ ക്ലീൻ്റെ ഷർട്ടൊക്കെ മറ്റേ തൂക്കി വയ്ക്കണ മാതിരിയാണ് കോസ്കോയിൽ കൊടുക്കണത്. എത്ര ഡോളറാ? കാൽവിൻ ക്ലീൻ്റെ ഷർട്ടിന് 25 ഉണ്ട് കേട്ടോ. ബാക്കി മോഡേൺ അംബീഷൻ ലോങ് സ്ലീവ് ഷർട്ട് 20. സ്റ്റിൽ റീസണബിളാണ്. നല്ല അടിപൊളി ഫോർമൽ വിയേഴ്സ്. തൂക്കി കൊടുക്കും, കിലോ കണക്കിനാണ്. മോഡൽ പറഞ്ഞോളി. ഇത് കാൽവിൻ ക്ലീൻ്റെ നെക്ക് ടീഷർട്ട്, പ്യൂമേൻ്റെ ക്യാപ്പ്, ഗ്യാപ്പിൻ്റെ സോക്സ്, ഫിലൻ്റെ സോക്സ്, സ്കെച്ചേഴ്സ്. അതായത് ടോപ്പ് ബ്രാൻഡുകളുടെ സാധനമാണ് കൊടുക്കുന്നത്. ഒന്നും ചാത്തനല്ല, എല്ലാം ഒറിജിനൽ ഐറ്റംസാണ്. അത് കോസ്കോ എക്സ്ക്ലൂസീവ് പ്രൊഡക്ട്സ് ആണ്. എല്ലാം ആ ബ്രാൻഡുകൾ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. പൂക്കിമുക്കാണ് ആ കാണുന്നത്, കുറേ പൂക്കി ഐറ്റംസ്. അങ്ങനെ നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേ ഒരു സാമ്പിൾ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഫുഡ് സാമ്പിൾ തന്നെ കേട്ടോ. ഇങ്ങനെ കോസ്കോൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ ഫ്രീ ഫുഡ് സാമ്പിൾസ് കൊടുക്കും. അവിടെ വെച്ചിട്ടുണ്ടാവും, ആർക്കും വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഓരോ മൂലക്കിലും ഉണ്ടാവും ഓരോരോ ഐറ്റംസ്. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് ഒന്നും തിന്നാൻ പറ്റില്ല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. നമ്മളിപ്പോഴും ഡ്രസ്സിൻ്റെ അവിടെയാണ്. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പാല്, അങ്ങനത്തെ ഐറ്റംസ്. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറേ മുട്ട, പിന്നെ ബേക്കറി ഐറ്റംസ്,
ചിക്കന് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ആക്കണേ ആ മൂലക്കലും ഇതേപോലെ ഫ്രീ സാമ്പിൾസ് ഉണ്ട്. അവിടെ സ്റ്റാഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യണ ആർക്കും വേണമെങ്കിലും ആ ഫുഡ് പോയിട്ട് അടിക്കാം. നമുക്ക് നോമ്പായതുകൊണ്ട് നമ്മൾ പോയി സാമ്പിൾ അടിക്കുന്നില്ല. ഓക്കെ, അജ്മൽ കാർട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് അടുത്ത സാമ്പിൾ. പക്ഷെ നമുക്ക് സാമ്പിൾ കഴിക്കാൻ പറ്റില്ല നോമ്പായതുകൊണ്ട്. പലവിധം ചോക്ലേറ്റുകൾ. ഓ മൈ ഗോഡ്, ചോക്ലേറ്റിൻ്റെ ഒരു ലോകല്ലേ. നമ്മൾ വെറൈറ്റി ഒരു സാധനം കണ്ടെത്തി. ഉണക്കച്ചക്ക എത്ര? ഓ, പൊരിച്ചതല്ല, ഫ്രൈഡ് അല്ല, ഡ്രൈഡ് ആണ്. ആ, ഉണക്കിയത് നൈസാണ്, കൊള്ളാം. നാട്ടിലൊക്കെ ചക്കക്ക് ഒരു നിലയും വരില്ല. ഇവിടെ കണ്ടല്ലോ ചക്ക എന്നൊക്കെ പറഞ്ഞാല് അത് നോക്കി, ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് $17 വിൽക്കണേ. അടച്ച റബ്ബേ. എന്താ ബ്ലൂബെറിയാ? ഡ്രൈഡ് ബ്ലൂബെറീസ്. ഇത് മൊത്തം ഡ്രൈഡാണ്. ഡ്രൈഡ് മാംഗോ നൈസാ. ഇത് നല്ല രസമാണ് കഴിക്കാൻ, തിന്നാൻ നല്ല ടേസ്റ്റുള്ള സാധനം. അത് നാട്ടിലത്തെ പുളിമുട്ടായില്ലേ, സ്റ്റാൻഡേർഡിലാണ് വിൽക്കണം. ഇവിടെ വൻ സ്റ്റാൻഡേർഡിലേക്ക് വിൽക്കണം, ഭയങ്കര പൈസയൊക്കെ ആയിട്ട്. എന്താ ചെയ്യുക, നാട്ടിലത്തെ സാധനങ്ങൾ തന്നെ പേര് മാറ്റിയാണ്ട് പൈസ കൂട്ടി വിൽക്കുക. അവിടുത്തെ പരിപാടി. എന്താ മിൽക്ക് പൗഡർ അല്ലേ? നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഗൈസ്. ഇതൊക്കെ സീസണിങ്സിലെ അടുത്ത സാമ്പിൾ ഇവരൊന്നും ഉണ്ടാക്കിയില്ല ഒന്നുണ്ട്. അവിടെ ഫാർമസി ഉണ്ട് കേട്ടോ, അതും പറയാൻ കാരണം പുറത്ത് കിട്ടുന്ന സാധനത്തിന് ആൾക്കാർ തിരക്കുന്നത് കണ്ടോളൂ. നെയ്യ്, ശക്തി നെയ്യ്, ശക്തി നെയ്യ് $25. നെയ്യിന് നാട്ടിൽ ഇവിടെയും റേറ്റാ, എല്ലായിടത്തും റേറ്റാ. 1.5 കിലോന് $24. എത്ര പേ? 1500 പേ. വെറുതെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ മുണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇതിനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സാധനം വാങ്ങാനല്ല, തിന്നാനായിട്ട് വരുന്നവര്. അതങ്ങനെ അല്ല. അങ്ങനെ ഫ്രൂട്ട്സും അപ്പം തലയൊക്കെ കൊമ്പിട്ട് പോയി. ഫ്രൂട്ട്സും മീറ്റൊക്കെ കിട്ടുന്ന സെക്ഷനിലെത്തിട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഡയറി പ്രൊഡക്ട്സ് കിട്ടും. ഇവിടെ മൊത്തം ഫ്രൂട്ട്സ്. ഈ പ്രോസസ്ഡ് കാണാനൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും തിന്നാൻ രസം ഉണ്ടോ അറിയില്ല. ഓ മോനെ, പ്രോൺസൊക്കെ നോക്കി വിഷയം. പ്രോൺസിൻ്റെ ജമ്പലായുള്ള ക്രളയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ചിക്കൻ സ്ട്രിപ്പാണോ? സ്ട്രിമ്പല്ലേ? അല്ല, നമ്മളെന്തിനാ കൊടുക്കണേ? നമുക്ക് നോമ്പല്ലേ? ഇത് അതിന് മാട്ടം പിടിച്ചിട്ട് ഹറാം ഹറാം പോർക്കാണ് ഇത്ര. നമുക്ക് നോമ്പാണ് ഏതായാലും. ഓ നല്ല മണം വരുന്നുണ്ട്. ഓ എൻ്റെ മോനെ, ഷവായി മുറിച്ചതാണല്ലോ. ഇത് മറ്റേതാ, ഫുൾ ചിക്കൻ. ഫുൾ ചിക്കൻ പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ഫ്ലേവറില്ലാത്ത ചിക്കനാണ്. കാരണം ഇവിടുത്തെ സീസണിങ് നമ്മളെ സീസണിങ് പോലെ അല്ലല്ലോ. പക്ഷെ ഭയങ്കര ലാഭാട്ടോ. ആ ഫുൾ ചിക്കന് ആകെ $8 ഉള്ളൂ. അതെ അതെ, സത്യം പറഞ്ഞാലേ ഈ സാധനം മേടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കി മിക്സ് ചെയ്താൽ മതി. എൻ്റെ മോനെ, ലോബ്സ്റ്റർ വിഷയം സാധനം. എത്ര രൂപ ലോബ്സ്റ്ററിന്? $39 ലോബ്സ്റ്റർ. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇതെന്തോ ഇത് ലോബ്സ്റ്ററിൻ്റെ തന്നെ? ശരി. ഇവിടെ ഫിഷും മീറ്റും അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഏതാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നത്തോലി ഒരു ചെറിയ മീനല്ല, പക്ഷെ ഇത് നത്തോലി അല്ലല്ലോ, അയിലാണത്. നമ്മളെ നാട്ടിലത്തെ അയില ഉണ്ടത്. നമ്മളെ നാട്ടിലത്തെ അല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ചെയ്യാം. മാക്കറൽ എന്ന് പറഞ്ഞ അയിലാണ്. ഈ സ്കില്ലും കണ്ടാറ് പുതിയാപ്പിളക്ക് വരാം. നമ്മളെ നാട്ടിലത്തെ പുതിയാപ്പിളക്ക് വരന്റെ ഡൂപ്പ്. ആ, ചെമ്പല്ലി. തിലാപ്പിയാണത്. ഓ, കളറുള്ള തിലാപ്പിയ. തിലാപ്പിയുടെ കൂട്ടത്തിൽ ഐശ്വര്യ ആയിരിക്കും. ഓ, ഇനിയാണ് ബേക്കറി. നല്ല കേക്ക്, അതേമാതിരി മറ്റേ
കപ്പ് കേക്കുകളും ബർത്ത്ഡേ ടൈപ്പ് കേക്കും ക്രീം കേക്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നല്ല കിട്ടലും ട്രീറ്റ്സ് ഉണ്ട് അവിടെ. ഡോണറ്റ്സ്, മാൻ, ബേഗിൾസ്, വായിൽ കൊതിയൂറും ഡെസേർട്ട് ഐറ്റംസ്, പിന്നെ കുറേ മുട്ട കേക്ക്, നാടൻ കേക്കുകൾ, 10 വയസ്സൊക്കെ ഹാപ്പി ബർത്ത്ഡേ കേക്കുകൾ. പക്ഷെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതെന്താ അറിയില്ല, നോമ്പ് വെച്ചിട്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും നമുക്ക് കണ്ണുമുണ്ട്. എന്തായാലും അവിടെ നിന്ന് മാറി നമ്മൾ ഇതേക്കണ് ലോട്ടസ് ബിസ്കോഫ് അജ്മൽ ഇപ്പോൾ നമുക്ക് ബുക്കും. നോമ്പ് അത്തയാത്തിൽ നിന്ന് നോമ്പ് പോകാനുള്ള ലക്ഷണം കാണാണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. മൂപ്പരൊക്കെ എന്താ ചായ അടിച്ചാൻ വേണ്ടി ജീവിച്ചു പോകുന്നുണ്ട്. ആ ബ്രൗണി കഴിച്ചിക്കണേച്ച് 2 ബൈറ്റിൻ്റെ ബ്രൗണി, അത് നൈസ് സാധനം. അത് നല്ല ബ്രൗണിയാണ് 2 ബൈറ്റ്സിൻ്റെ. പാനിപ്പുരി പാനിപ്പുരി ഇത് കൊള്ളാലോ. നമ്മൾ കള്ളുടയന്മാരെ സെക്ഷനിലെത്തി. നമുക്ക് കുടിച്ചാൻ പറ്റൂല, കാട്ടിത്തരാം വെറുതെ. ഹറാം ഹറാം. ഒരു വലിയ മൂടം. ഇയാളൊക്കെ ഡെയിലി അടിയേക്കാറ്. ഇയാളൊക്കെ എത്ര കുപ്പി എടുത്ത് അടിച്ചിട്ടുണ്ടാവോ. കള്ളുടയം. ആ നേരെ ഒരു കണ്ണാടി ഉണ്ട് ചുറ്റും. നമ്മൾ കണ്ണാടിയെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് പോകണ്ട, അവിടെ ഫുള്ള് കള്ളും കുപ്പിയാണ്. കൊള്ളാം, നല്ല മിറർ വാങ്ങണമെന്നുണ്ട്, പക്ഷെ പൈസ കൂടുതലല്ല, $179. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാ, സോഫ, ചെയർ, ഇവിടെ ഇല്ലാത്തൊന്നുമില്ലല്ലേ. ഒരു പെരീക്ക് വേണ്ടിയല്ലോ, പെരീക്ക് വേണ്ടിയത് പെരീക്ക് വേണ്ടാത്തതൊക്കെ ഉണ്ട് ഇവിടെ. ഈ സാധനങ്ങൾ ബില്ല് ചെയ്യാം. അത് കാണുന്നത് മൊത്തം ചെക്കൗട്ട് കൗണ്ടർ കേട്ടോ. അവിടെ പിന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അത് കോസ്കോൻ്റെ വേറൊരു ഹൈലൈറ്റ്. ഫ്രീ ആയിട്ടല്ല, ചീപ്പായിട്ട് ഫുഡ് കഴിക്കാം. $2 മറ്റേ ഇതില്ലേ ഫ്രൈസും കാര്യങ്ങളും, ഫ്രൈസ്, വിങ്സ് അതൊക്കെ കിട്ടും. പിസ്സ, ഭയങ്കര ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം കൂടിയാണ്. ഇവർ സത്യം പറഞ്ഞാൽ പക്ക ബിസിനസ്സില്ലേ. അതെ അതെ, $1 സോസേജും കാര്യങ്ങളും. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിലും കോസ്കോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു, നമ്മൾ പോകുന്നു. സാധനം വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മളടുത്ത പരിപാടി എന്താ? ഹഡ്സൺ ബേയിൽ പോകുന്നത് വേറൊന്നുമല്ല. ഹഡ്സൺ ബേ ബാങ്ക്രപ്റ്റ് ആയി, സാധനങ്ങളെല്ലാം വിറ്റ് വയ്ക്കുന്നു എന്ന ന്യൂസ് ഞങ്ങൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഷൂ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഹഡ്സൺ ബേ പോവാം. അങ്ങനെ നമ്മൾ കോസ്കോയിൽ നിന്നും ഇറങ്ങി അടുത്ത ജൈത്രയാത്ര തുടങ്ങുന്നു. നമ്മൾ നേരെ പെരുന്നാളല്ലേ, ഒരു ഷർട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അജ്മൽ. അപ്പോൾ അജ്മലിന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. STC, സ്കാർബ്രോ ടൗൺ സെൻറ്റർ. അപ്പോൾ നമ്മൾ STCയിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ STCയിലേക്ക് കയറാം. ഹഡ്സൺ ബേ കൊടുക്കുകയാണല്ലേ. അങ്ങനെ സ്കാർബ്രോൻ്റെ മെയിൻ ഷോപ്പിംഗ് മാളിലേക്ക് എത്തി. അതെ, സ്കാർബ്രോൻ്റെ ലുലു മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. STC, ഇതാണ് STC അർബൻ പ്ലാനറ്റ്. വളരെ ചീപ്പായിട്ട് നാട്ടിലത്തെ പൈസക്ക് സാധനം മേടിക്കേണ്ടവർ ഇവിടെ വന്നാൽ സാധനം കിട്ടുന്നതായിരിക്കും. ചീപ്പായിട്ട് കാനഡയിൽ ഡ്രസ്സ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ കടയുണ്ട് ഈ അർബൻ പ്ലാനറ്റ്. അങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നപ്പോൾ നമ്മൾ യൂനിക്ലോ കണ്ടു. യൂനിക്ലോ പുതിയതായിട്ട് തുറന്നതാണ്. STCയിൽ യൂനിക്ലോ ഇല്ലായിരുന്നു, പുതിയത് വന്നാന്ന് തോന്നുന്നുണ്ട്. പണ്ട് ഞാൻ വരുമ്പോൾ യൂനിക്ലോ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ യൂനിക്ലോയിൽ കയറി വെക്കാം. യൂനിക്ലോയിൽ ഒരുപാട് അടിപൊളി കളക്ഷൻ ഉണ്ട്. ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നമ്മൾ യൂനിക്ലോയിലേക്ക് കയറും കേട്ടോ. കൂട്ടുകാരൻ ഡ്രസ്സ് നോക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ അടുത്തൊന്ന് പോയേക്കാം. അവനെ എവിടെ ഉള്ളത് അറിയില്ല, തിരയാം. അങ്ങനെ തെണ്ടിത്തിരിയൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. സാറേന്ന് ഇറങ്ങി ഇപ്പോൾ അമേരിക്കൻ ഈഗിൾ. ഇനി എന്താ ഇതിൻ്റെ ഉള്ളിലാ? വെറുതെ എന്തിനാ ഒടുക്കത്തെ റേറ്റ് ആയിക്കാറ്. സാധനമൊക്കെ അടിപൊളിയായിക്കാറ്, പിന്നെ വെറുതെ തെണ്ടി തിരിയാൻ വേണ്ടി മാത്രം കയറാണ്. അടിപൊളി സാധനങ്ങളുണ്ടാവും. എൻ്റെ ആവേശം കഴിഞ്ഞിരിക്കണമെങ്കിൽ ഇറങ്ങിയേന് കേട്ടോ.
എൻ്റെ ആവേശം കഴിഞ്ഞിക്കണമെങ്കിൽ ഇറങ്ങിനെ അറിയാം. അങ്ങനെ അമേരിക്കനേക്കുള്ള തണ്ട് കഴിഞ്ഞിട്ട് ചെക്കൻ ക്യാമറ വന്ന് മാറിച്ച് കയറിക്കോ. ജേഡി കയറിയൊക്കെ ജേഡി നല്ല ഷൂസ് ഉണ്ടാവും, കിടക്കാച്ച് ഷൂസ് കളക്ഷൻ ഉണ്ടാവും. എൻ്റെ മോനെ സാധനം കിടക്കണോക്ക ഈ ചെല്ലത്ത് നമുക്ക് മൂണ്ട് കണ്ണ് അത് വിഷയം സാധനം. ഒരു സ്വർഗട്ടോ അല്ലേ? ഇത് നൈസാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അത് ചെയ്താളാ. എനിക്കൊന്നും എടുക്കണം, നമുക്കൊരു ഷൂ എടുക്കട്ടെ. ഏതായാലും എൻ്റെ അടുത്ത് കിടക്കുന്ന സാധനം കണ്ടില്ലേ? ഏതാ മൂട്? ഞാൻ മൂടി ഇത് ഇവിടുന്ന് വാങ്ങിയെന്നല്ല കേട്ടോ, ഇത് ഞാൻ നൈക്കിന്ന് മേടിച്ചാണ്. സാധനം ട്രൈ ചെയ്യാം. കറക്റ്റാണ് സംഭവം, കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് ചെയ്താലോ? എനിക്കുള്ളൊരു സുഖം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ കാല് ഭയങ്കര ചെറുതാണ്, ഞാനേ ചെറുതാ, പിന്നെ എൻ്റെ കാലും ചെറുതാവില്ല. അപ്പോൾ എനിക്ക് കിഡ്സിന്ന് സാധനം കിട്ടും. കിഡ്സിന്നാണെങ്കിൽ റേറ്റ് കുറവേ കാരണം. ഈ സെയിം സാധനം ഇപ്പോൾ മേടിക്കണമെങ്കിൽ ഓനൊരു $50 കൂടുതലേ കാരണം. എനിക്ക് എപ്പോഴും ഒരു $50 കമ്മിയായിട്ട് സാധനം കിട്ടും. അങ്ങനെ മെച്ചമുണ്ട്. ഓക്കെ അല്ലേ? ഇതെടുത്താലെന്നാ ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഈ കടക്കൊരു പ്രത്യേകത ഉണ്ട്, ഇവിടെ എല്ലാ സാധനവും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ തോന്നും, അതുകൊണ്ട് വേഗം പോവാം. ഒരു വേട്ടാവളിയൻ നമ്മളൊരു ന്യൂ ബാലൻസിൻ്റെ മോഡൽ വെച്ചപ്പോൾ അത് ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നൈക്കി ഒരു എയർഫോഴ്സ് എടുത്ത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ സാധനം കണ്ട് ട്രൈ ചെയ്തു. സാധനം സൈസാണ്, നമ്മളത് എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലൊന്നും നിൽക്കുന്നുണ്ട്, നന്നായി പോലെ തന്നെ സാധനം അവിടെ അല്ലാണ്ടാണ് നമ്മൾ ഇത് വാങ്ങി. ഇനി നമ്മൾ ഇപ്പോൾ എനിക്കിത് ഈഗോ പ്രശ്നമായി, അപ്പോൾ നമ്മൾ രണ്ടും കൂടി മേടിക്കാൻ പോകണം. ഓ അപ്പുറത്താണല്ലേ. ഇനി അതും കൂടി ബില്ല് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹഡ്സൺ ബേയിലെത്തി. ഹഡ്സൺ ബേ ആണെങ്കിൽ വെറുതെ കുറേ നിലയിൽ ഒരു ലോഡ് സാധനങ്ങൾ ഒരു ഓർഡറും ഇല്ലാതെ നിരത്തിയിട്ടേക്കുക. നടന്ന് കുഴങ്ങി നോമ്പ് ശരിക്ക് തലയിൽ കുടിച്ചു. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് എന്തേലും കാട്ടാം. അങ്ങനെ അവിടുത്തെ ക്ഷീണം കഴിഞ്ഞ് നമ്മൾ നൈക്കിയിലും കയറി. നൈക്കിൽ നിന്നൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നേരെ ടോമി കയറി, അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. കാൽവിൻ ക്ലീനിൽ കയറി, അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഇനി നമ്മൾ നേരെ പോണത് H&M കേട്ടോ. H&M അങ്ങോട്ടല്ലേ? നടക്ക്. അങ്ങനെ വെറുതെ നിന്നപ്പോൾ വിറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് H&M കയറി. H&M കയറിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നൈസായിട്ട് 2 ടീഷർട്ടും ഒരു ഷർട്ടും വാങ്ങി. ഇനി അങ്ങോട്ട് വേണ്ടി ഞങ്ങൾ CKയിലേക്ക് പോകട്ടോ. അവിടെ ഒരു ഷർട്ട് ഉണ്ട്, അപ്പോൾ ആ ഷർട്ടും കൂടി എടുത്തിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എവിടെ പോവും? പുറത്ത് പോവും. അങ്ങനെ കുറേ നേരത്തെ തെണ്ടലിന് ശേഷം നമ്മൾ ഒരു ലോഡ് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടോമിന്ന് സാധനം മേടിച്ചു, ജേഡിന്ന് മേടിച്ച്, H&M മേടിച്ച്, ഓൾഡ് നേവിന്ന് മേടിച്ച്, ഒരു ലോഡ് സാധനം മേടിച്ച്. ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോക്കറ്റ് മൊത്തമായിട്ട് കീറും. ഇപ്പം തന്നെ പകുതി കീറി. ഇനി ഇവിടെ നിന്ന് പാൻറ്റ് കുപ്പായൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും കടയിൽ. ആ ഒരവസ്ഥയാവും. അതുകൊണ്ട് പോകാം, ഞാൻ നോമ്പ് തുറക്കാൻ പോകാം. ഒരു ടെസ്ലയാണ് കേട്ടോ. ടെസ്ലൊക്കെ കിടാൻ പറ്റിയ നമ്പർ പ്ലേറ്റ് അബ്ദുള്ള. ടെസ്ലക്ക് ഇടാൻ പറ്റിയ നമ്പർ പ്ലേറ്റ് അബ്ദുള്ള. ഓരോരോ ടീം. അപ്പം നമ്മളെ സ്ഥലത്തെത്താനായി. കഫേ ടീടോക്സ് ഏകദേശം 1 കിലോമീറ്റർ കൂടി ഉണ്ടല്ലേ. അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തി.
കഫേ ടീടോക്സിൽ നമ്മൾ കയറി. നമുക്ക് അരമണിക്കൂർ കൂടി സമയമുണ്ട്. അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അകത്ത് കയറി നിൽക്കാൻ വെജ്ജ. അവിടെ കുറേ ആൾക്കാർ തിന്നുന്നുണ്ട്. അതിന് മണം പിടിച്ച് വാട്ടം പിടിച്ചാൽ വെജ്ജായിരുത്തിട്ട് നമ്മൾ കാറിൽ കയറി ഇരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് റെഡി ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാം, മുമ്പ് ഓർക്കാം. നമ്മൾ ടീടോക്സിലെത്തിയപ്പോൾ കുറച്ച് ആൾക്കാരെ കളഞ്ഞിട്ടിരിക്കണം. അവിടുന്ന് ഫ്രൂട്ട്സ് എത്തി, സ്നാക്സ് എത്തി. അവിടെ പിരാന്തുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വരണം, എന്നിട്ട് കടിക്കാം, നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്യാം. ഇതാണ് ടീടോക്സ് കേട്ടോ. മെയിനൊക്കെ കണ്ടില്ലേ, പക്ക മൂടാ. കറാമേല് സമാവർ ചായ. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ റംസാൻ കോംബോ ഉണ്ടെന്നില്ല. അപ്പോൾ നമ്മൾ റംസാൻ കോംബോ ട്രൈ ചെയ്യും. വാങ്ങ് കൊടുക്കാനായിക്കണ്ട, വാങ്ങ് കൊടുക്കുന്നുണ്ട്. ടൈം ടു പ്രേ മഗ്‌രിബ്. എടുത്ത് തിന്നോളി. എന്നാല് എൻജോയ് ചെയ്യാണ്ടേ, തുറന്നോളി. ആയിനെ നമ്മളെ ജ്യൂസും വന്ന്. ഈ ഇല എങ്ങനെ ആയത് നോക്കണം കേട്ടോ. ഇവൻ്റെ പണിയാ, ഇവൻ്റെ പണിയാ. ഞാൻ അറിഞ്ഞില്ല. നമ്മളെ ബിരിയാണി എത്തി. അളവ് ബിരിയാണി ഇതിലൊക്കെ ഇവിടെ ലുക്ക് കഴിക്കട്ടോ. എല്ലാവരും കഴിക്കും. ജിലേബി ലഡു കഴിക്കും. ഇന്നത്തെ നോമ്പാറ നമ്മൾ ഇത് തിന്നുകൊണ്ട് അങ്ങോട്ട് തീർക്കും. അച്ഛന്മാരൊക്കെ കണ്ണു മുറുകം 4 കഴിക്കണം. പോയിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം. എന്ത്, ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കുനാഫാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ട്. അവിടെ പോയോട്ടെ. ഭയങ്കര ഹൈപ്പുള്ള കടയാണ്. ഇതുവരെ പോയിട്ടില്ല, ഫ്രണ്ട്സൊക്കെ പോയിക്കണ്. അപ്പോൾ ഞങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ കുനാഫാസ് ട്രൈ ചെയ്യാൻ പോണ്. ഇരുട്ടായിക്കണട്ടാ. നോമ്പൊക്കെ തുറന്ന് സെറ്റായി ആകെ ദമ്മായി കിളി പോയി കുത്തിറക്കാണ്. ബിരിയാണിയൊക്കെ തിന്ന് കുനാഫാസ് പോവാം. അങ്ങനെ നമ്മൾ കുനാഫാസിലെത്തി. ഇവിടെ ആണെങ്കിൽ ലോകത്ത് എവിടെ ഇല്ലാത്ത തിരക്ക്. വെറുതെ കൊടുക്കൊണ്ടു തോന്നുന്നു. ആൾക്കാരൊക്കെ ഇതൊക്കെ പഞ്ചായത്ത് മുട്ടയൊക്കെ എല്ലാം കണ്ടും കിട്ടിയാൽ മതി. ആകെ ഇതിങ്ങനത്തെ കുറേ പൊലിവുകൾ, ടീസ്കള്, പൂക്കി മുക്ക്. ഇവിടെ ആകെ കുറച്ച് സ്ഥലമുണ്ട്. ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. ഇത് ആകെയൊക്കെ തറാവിക്ക് ഇറങ്ങിയാൽ തോന്നുന്നുണ്ട്. ഭയങ്കരൊക്കെ തൊക്കിയിട്ടാണ് നേരെ തറാവിക്ക് പോകാം. തറാവി മിസ്റ്റേക്ക് ഇന്നത്തെ കുനാഫ എന്നാ പോകുന്നൊക്കെ. ഏതായാലും അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ആ ചോക്ലേറ്റും ബക്കലാവിയും നമുക്ക് പേരറിയില്ല എന്നുള്ളൂ. കണ്ടമാനം സാധനം ഉണ്ട്. ആൾക്കാർ നല്ലോണം തിരക്കണുണ്ട്. അടിപൊളി അടിപൊളി ഐറ്റംസ്. ആ ബക്കലാവിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് നോക്കി ഞങ്ങൾ കാണുമ്പോൾ തന്നെ തൊള്ളിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു. എങ്ങനെയായാലും ഇവക്കൊരു ഒഴിവില്ല. ഇവൾ നിന്നിട്ട് ഒരേ സാധനം പുതിയൽ. എന്തൊക്കെയത് സാധനം പഠിച്ചോനെ. ഇത് കണ്ടാലും ആർക്കും തൊള്ളിയിൽ നിന്ന് വെള്ളം വരും. മധുരം ആഗ്രഹിക്കണവർക്കൊക്കെ തൊള്ളിയിൽ നിന്ന് വെള്ളം വരും. അല്ലാത്തവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ നല്ലോണം മധുരം തിന്നും. പക്ഷാണെങ്കിൽ ഇത് കണ്ടിട്ട് ആ കിളി പോയിക്കണം. എല്ലാം ഓരോന്നും വാങ്ങിയാലോ ഒന്നില്ല വാങ്ങിക്കണം. ഇപ്പം ഞാൻ നിൽക്കണേ ഏതാ മൂട് കോരി കോരി അങ്ങനെ ഇട്ടുണ്ട് കുട്ടിക്ക്. ഇതെന്താ പുകടെ, നാട്ടിലത്തെ പുകട മാതിരി ഒരു സാധനം ഉണ്ടല്ലോ. ഏതായാലും നമുക്ക് സാധനം കിട്ടി. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്ന് തിരക്കുക, ഒരേ തിരക്കൽ. നമ്മളിഞ്ഞ് പതുക്കെ വണ്ടി കയറിയാണ്ട് പെരേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഒടുക്കത്തെ തണുപ്പാണ് പുറത്ത്. റിയാനൊക്കെ അതാ ഓടുന്നു വണ്ടിക്ക്. വണ്ടി എവിടെ ഇറങ്ങാണ്ട്. ഏതായാലും പെരേക്ക് പോകാനുള്ള പരിപാടി ആക്കട്ടെ. ഇനി അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെജ്ജതേ. ഏതായാലും നമ്മൾ കുനാഫ ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല കിടുക്കാച്ച് സാധനം. ചീസി കുനാഫ എന്നൊക്കെ പറഞ്ഞ് തിന്നോക്കാം. സാധനം കൊള്ളാം. ഏതായാലും ഞാൻ തിന്നുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട്. ഏതാ തീറ്റ മൂട് സാധനം. ഞാൻ എന്തൊക്കെ കമൻട്രി ഒക്കെ പറയുന്നുണ്ട്. മൈക്ക് ഓഫ് ആയതേ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു ഗൈസ്. എന്താ ചെയ്യുക. പക്ഷെ കുനാഫ ഒന്നും പറയാല്ല കേട്ടോ, പൊളി സാധനം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കുനാഫ തീറ്റ കഴിഞ്ഞ് നമ്മളൊരു ഹൈലൈറ്റ് സാധനം ഇതിലുണ്ട് കേട്ടോ. മറ്റേ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഉള്ളിൽ കുനാഫ വരുന്ന ചോക്ലേറ്റാണിത്. വീട്ടിൽ ചെന്നിട്ട് ട്രൈ ചെയ്തിരിക്കുകയാണ്. അതവിടെ വെച്ചിക്കണേ. അപ്പോൾ
വീട്ടിൽ ചെന്നിട്ട് അതും നമ്മൾ ട്രൈ ചെയ്യും. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്ന അഭിപ്രായം പറയാൻ നിൽക്കണില്ല, വെറുതെ നിങ്ങളെ കൊതിപ്പിക്കണില്ല. അപ്പോൾ സംഗതി ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. കയ്യിൽ നിന്ന് കുറേ പൈസ അങ്ങോട്ട് പൊട്ടി, നല്ല സങ്കടമുണ്ട്. ഇന്നിപ്പോൾ ഒരു $100-200 അങ്ങോട്ട് കജ്ജിൽ നിന്ന് പോയപ്പോൾ വല്ലാത്തൊരു ആശ്വാസം. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. കയ്യുമൊക്കെ ആകെ കുനാഫൻ്റെയും മറ്റേതിൻ്റെയൊക്കെ നെയ്യൊക്കെയാണ്. വരി പോയി കഴിഞ്ഞിട്ട് സെറ്റാക്കട്ടെ. ഓക്കെ, അപ്പോൾ പുതിയ വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വ്ളോഗ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ 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 ബൈ.